ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പഠനത്തിൻ്റെ ഭാഗമായി വരുന്ന മഷിത്തണ്ട് ചെടിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. മഷിത്തണ്ട് ചെടി വളരുന്നത് നല്ല ഈർപ്പമുള്ള കാലാവസ്ഥയിലാണ്. ഈ ചെടിയെ പല സ്ഥലങ്ങളിൽ വെള്ളത്തണ്ട്, വെറ്റിലപ്പച്ച എന്നീ പേരുകളിലും പറയപ്പെടുന്നു. ചില ആളുകൾ ഇത് തോരൻ വെച്ച് കഴിക്കാറുണ്ട്. തലവേദന മാറുന്നതിനായി മഷിത്തണ്ട് പൊട്ടിച്ച് നെറ്റിയിൽ തേക്കാറുണ്ട്. പിന്നെയും ആയുർവേദത്തിൽ അത് വിവിധ രോഗശമനത്തിനായി ഉപയോഗിക്കാറുണ്ട്. ചിലർ ഇത് ജ്യൂസായി കുടിക്കാറുണ്ട്. ക്ലീനിങ്ങിനായി ഉപയോഗിക്കുന്നുമുണ്ട്. ഇതിൻ്റെ ആയുസ് 1 വർഷം മാത്രമേ ഉള്ളൂ. ഞാനൊക്കെ ചെറിയ ക്ലാസ്സിൽ ആയിരിക്കുന്ന സമയത്ത് ടീച്ചർമാർ മഷിക്കുപ്പിയിൽ മഷിത്തണ്ട് ആക്കി കാണിച്ചു തന്നതായി ഓർക്കുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് അത് ചെയ്തു കൊണ്ടുവന്ന് അതിൻ്റെ ഫോട്ടോ ക്ലാസ്സിൽ കാണിച്ചു കൊടുക്കുന്നതാണ് പതിവ്. പതിവ് പോലെ ഇന്നും ഞാൻ മുറ്റത്തിറങ്ങി നടക്കുമ്പോൾ തെങ്ങിൻ ചുവട്ടിൽ ഒരു മഷിത്തണ്ട് നിൽക്കുന്നതായി കണ്ടു. മതിലിന് താഴെയായി കുറേ മഷിത്തണ്ടുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം അമ്മ പുല്ല് പറിച്ച് കളയുന്നതിനിടയിൽ പറിച്ചു കളഞ്ഞിരുന്നു. എങ്കിലും ഒന്നെങ്കിലും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ആ മഷിത്തണ്ട് പറിച്ച് ഒരു ചെറിയ കുപ്പിയിൽ കറുത്ത മഷിയും വെള്ളവും യോജിപ്പിച്ച് വേരോട് കൂടി ആ മഷിത്തണ്ട് അതിലേക്ക് ഇറക്കി വെച്ചു. അതിനുശേഷം സൂര്യപ്രകാശം കൊള്ളുന്നതിനായി വെക്കണം. അടുത്ത ദിവസമായി കുപ്പിയിൽ നോക്കിയപ്പോൾ മഷിത്തണ്ടിൻ്റെ നിറം കറുപ്പ് നിറമായി തീർന്നിരിക്കുന്നു. അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ചെടികൾക്ക് വെള്ളവും വളവുമെല്ലാം നമ്മൾ ഇടുമ്പോൾ വേരുകൾ വഴി അവ വലിച്ചെടുത്ത് അതിൻ്റെ ശാഖകളിലേക്ക് എത്തിക്കുന്നു. കൂടാതെ സസ്യങ്ങൾക്കും ജീവനുണ്ടെന്ന് പറയാൻ കഴിയുന്നു. അതുകൊണ്ടാണല്ലോ ചെടികൾ വളർന്നു വലുതായി കാണുന്നത്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.